ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഇന്നലെ അരച്ച് വെച്ച മാവാണേ അപ്പത്തിന്. അപ്പോൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ പറയുന്നു, തലേദിവസം അരി അരച്ച് വെക്കുന്നതിനകത്ത് ഈസ്റ്റാണ് ചേർക്കുന്നത്. തലേദിവസം അരച്ച് വെക്കുന്നതിൻ്റെ കൂടെ ഈസ്റ്റ് ചേർക്കും. രാവിലെയാണ് ഞാൻ സോഡാപ്പൊടി ഉപ്പും കൂടെ ചേർക്കുന്നത്. ഇവിടെ മാവ് നല്ലപോലെ പുളിച്ചിട്ടുണ്ടേ. ഇനി ഇതൊരു ഇച്ചിരി നേരത്തേക്ക് ഞാൻ മാറ്റി ഇങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങത്തുള്ളൂ. ഒത്തിരി നേരം ഒന്നും വെക്കത്തില്ല, ഒരു 10-15 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. അതാ സോഡാപ്പൊടിയും ഉപ്പും എല്ലാം ഒന്ന് മാവിലൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ്. അപ്പത്തിന് കറി എന്ന് പറഞ്ഞാൽ കടലക്കറി വെക്കാനായിട്ടാണ്. കടല ഇന്നലെ വെള്ളത്തിയിട്ടാണ്. ഇനി ഇത് കഴുകി വാരി ഉപ്പും ചേർത്ത് കുക്കറിലേക്ക് വെച്ച് വേവിക്കാനായിട്ട് തുടങ്ങുകയാണ്. റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഇനി എല്ലാം ചെയ്യട്ടെ. ആദ്യത്തെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി കടല കറി വെക്കാനായിട്ട് ഞാൻ കുക്കറിലോട്ട് വെച്ചു. ആ വേഴാമ്പൽ വന്ന് രാവിലെ കൊത്താനായിട്ട്. വന്നിച്ച് പോയോ? ഇവിടെ എവിടെയെങ്കിലും മരത്തെ കാണും. ഞാൻ അടുക്കളയിലോട്ട് കയറുമ്പോൾ അത് പിന്നെയും വരും, വന്നിവിടോട്ടിരിക്കും. ഓലയൊക്കെ കെട്ടി തൂക്കിയത് അത് പോകാൻ വേണ്ടി, പക്ഷെ പോകത്തില്ല. ഞാൻ ചൂടാറാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നത്. ആദ്യം മുക്കി കഴിച്ചു, അതിന് ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. ഇതിലോട്ട് മുക്കി കഴിച്ചു, അതിന് പിന്നെ കുഴപ്പമില്ല. ചൂടാറിയിരിക്കുക അല്ലേ? ചൂടാറിയില്ലേ? കഴിച്ച വെച്ചാൽ നോക്ക്. ചൂടാണോ? ചൂട് നോക്കിയിട്ട് വേണം. ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അതിന് ബാസറിന് വണ്ടി എടുത്തു പോയി. സ്കൂട്ടറെ കയറടി, സമയം പോകുന്നടി. ആ ഓസ് ഉണ്ടോ? രാവിലെ എടുത്തോ? ഇട്ടേക്കുന്ന വേണ്ട. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം. പിന്നെ ഇനി പച്ചക്കറിയുടെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഓടിച്ചല്ലേ കാണിച്ചുള്ളൂ. അതിനി ഞാൻ ഇന്നൊന്ന് കാണിക്കാവേ. അന്ന് മഴ വന്നപ്പോഴത്തേക്കും ഒന്ന് ഇതായിട്ടല്ലേ കാണിച്ചുള്ളൂ. പച്ചക്കറിയൊക്കെ കുഴപ്പമില്ലാതെ വന്നു. കഴിഞ്ഞ ദിവസം പോയി വളമൊക്കെ മേടിച്ചായിരുന്നു, പക്ഷേ ഇട്ടില്ല. ഇനി അതൊക്കെ ഇടണം. ഒരുപാട് പരിപാടി കിടപ്പുണ്ട്. പെരയ്ക്കാത്ത പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വൈകിട്ടേ ഉള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ ഭയങ്കര ചൂടാണ്, വെയിൽ കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങണ്ട. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പം കറിവെപ്പും ഒക്കെയാണ്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ മീൻ വെട്ടാനൊക്കെ തുടങ്ങുവാണേ. ഇതുകൊണ്ട് ഒരയില ഉണ്ടോ, നല്ല വലിയ അയില. എനിക്ക് ഇങ്ങനത്തെ അയില ഭയങ്കര ഇഷ്ടം. ഇത് കറി വെച്ചാലും നല്ല ടേസ്റ്റ് കേട്ടോ. ബാക്കിയെല്ലാം ഊമ്പിരിക്കാനാണ്. ഇത് പറഞ്ഞാൽ വലുതാണ്. എന്നാലും എല്ലാം വറക്കാനായിട്ട് എടുക്കുവാണ് മോര്. അപ്പം ഞാൻ ഈ മീനെല്ലാം വെട്ടിയെടുക്കട്ടെ.
ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ബീൻസ് തോരനാണ് വെച്ചത്. ബീൻസ് തോരനും പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു, അത് മെഴുക്കുവരട്ടി. ഞാൻ ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കുന്നത് ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. കാര്യം ബീട്രൂട്ട് ആദ്യമേ ഒന്ന് ഒരുവിധം ഒന്ന് വഴറ്റി കഴിഞ്ഞാണ് അതിലേക്ക് സവോള ഇടുന്നത്. സവോള ഇട്ട് അത് പിന്നെയും നല്ലപോലെ വഴറ്റി, അപ്പോൾ പച്ചമുളകും സവോളയും കൂടെ ഒന്നിച്ചാണ് അതിനകത്ത് ചേർക്കുന്നത്. ആദ്യം ബീട്രൂട്ട് ഇട്ടേച്ച് പിന്നെ പച്ചമുളകും സവോളയും കൊണ്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് എണ്ണയിൽ തന്നെയാണ് അല്ലാതെ വെള്ളത്തിൽ വെച്ച് വേവിച്ചെടുത്തിട്ടൊന്നുമല്ല, എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. വഴറ്റി എടുത്തെടുത്ത് അങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടി മാത്രമാണ് അതിനകത്ത് ഇച്ചിരി എരിവായിട്ടിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്നും ആരും നേരത്തെ കഴിക്കത്തൊന്നുമില്ലായിരുന്നു, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത്, ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബീട്രൂട്ടൊക്കെ മേടിച്ച താഴെ വീട്ടിലാണേലും കുടുംബത്താണേലും അങ്ങനെ അധികം ഉപയോഗിക്കത്തില്ല ഈ ബീട്രൂട്ട് ഒന്നിനും. അങ്ങനെ കറിക്കകത്തെങ്ങാനും വല്ല ഇടാനിട്ടോ സാമ്പാറിനകത്ത് അങ്ങനെ ഇട്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ബീട്രൂട്ടിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മെഴുക്കുവരട്ടി ഇങ്ങനെ വെക്കാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ ഇങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനും പിള്ളേർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ബീട്രൂട്ട് ഇങ്ങനെയാണ് മെഴുക്കുവരട്ടി വെക്കുന്നത്. പിന്നെ ഇടയ്ക്കും തോരൻ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ തോരനേക്കാൾ ഇഷ്ടം ഇവർക്ക് ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുന്നതാണ്. അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മീൻ വറുത്തതും ബീട്രൂട്ടും മെഴുക്കുവരട്ടി പിന്നെ ഇച്ചിരി മോര് കറിയും കൂടെ ഉണ്ട്. അതാണ് ഉച്ചക്കത്തെ കറിയൊക്കെ ആയിട്ടുള്ളത്. ഇനി ഞങ്ങൾ കറിയെല്ലാം റെഡിയായി, ഞാനും ചേട്ടൻ തന്നെയുള്ളൂ. ഞങ്ങൾ ഇനി കഴിക്കാനൊക്കെ തുടങ്ങാനായിട്ട് പോവാണ്. അതെല്ലാം കഴിച്ച് പിന്നെ വൈകിട്ടത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തത്. വൈകിട്ടെന്ന് പറഞ്ഞാൽ അച്ഛനെയും കണ്ണനെയും വിളിക്കാൻ പോകണമായിരുന്നു. അപ്പം രണ്ടുപേർക്കും അച്ഛനും ഇച്ചിരി നേരത്തെ വിട്ടായിരുന്നു, കണ്ണന് പിന്നെ SPCയിലൊക്കെ ഉള്ളതുകൊണ്ട് അവനും ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരാൻ പറ്റും. പിന്നെ അച്ഛൻ അവിടെ നിന്ന് കണ്ണനും അച്ഛനും കൂടെ വന്ന് ഞാൻ അവർ രണ്ടുപേരും വിളിക്കാനായിട്ട് പോയതാണ്. രണ്ടുപേർക്കും അവൻ അത്രയും മടിയില്ല കേട്ടോ, ഇവർക്ക് ഭയങ്കര മടി നടന്ന് വരാനായിട്ട്. അപ്പോൾ എന്നെ വിളിച്ച് ചേർന്ന് അമ്മ ഒന്ന് പോയി, ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് പറയും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉഴുന്നുവടയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതും ഒക്കെ അതിൻ്റെ കൂടെ കഴിച്ച് വരുന്നുണ്ട്. അവക്കൊന്നും കിട്ടിയില്ലതുകൊണ്ട് അവിടെ കൈ നിറച്ചും തിന്നാനുള്ളതുണ്ട്. ഞാൻ പറഞ്ഞ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞ എത്ര കറക്റ്റാന്ന് നോക്കി. ഒരു സാധനം കൊടുത്താൽ അത് എണ്ണി നോക്കും, അവനാണോ കൂടുതൽ എനിക്കാണോ കൂടുതലെന്ന്, അല്ലേ? അവന് ഒരിച്ചിരി കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടേലും അവന് കൊടുക്കാൻ പറ്റത്തില്ല. കസാര വന്നിട്ട് നീ കുളിക്കുന്നില്ലേടാ? നീ മര്യാദയ്ക്ക് പോയി കുളിച്ചോണം. തണുപ്പാ, അതിനിപ്പോൾ കുളിക്കുകയാണ്. ഇതുണ്ട് ഈ ചെടിച്ചട്ടിക്കകത്തൊക്കെ ഇനി മണ്ണ് വേണം. ഈ മാവ് ഇപ്രാവശ്യം പൂക്കത്തില്ലേ? അതൊക്കെ ചെയ്തായിരുന്നു. പിന്നെയും തേണ്ടത് നല്ലപോലെ മുന്നോട്ടാ. ഈ പന്നിയൂറും പൈസ ഇച്ചിരി നീറിനെ കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. അതാ മരുന്നാ, അതാ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അടിച്ച് കുറേ മാറിയായിരുന്നു. ഈ ചെടിയിലൊക്കെ കുറേ അടിച്ച ചെടിയിലൊക്കെ പോയി കേട്ടോ. ചെടിയില മൊത്തം പോയി, ചെടി അങ്ങ് ഉണങ്ങുമായിരുന്നു. വെട്ടിക്കളയാൻ പാച്ചട്ടാ. അല്ലടാ, ഇവിടെ ഉറുമ്പിനെ അല്ലടാ, അതുകൊണ്ട് ഈ വെളുത്തിരിക്കുന്ന സാധനം കണ്ടോ? അതിലൊക്കെ ആരാ ഇവിടെ വണ്ടി കഴുകുന്നത്? അവരാ ഇടുന്നത്, അല്ലാതെ വേറെ ആരും. ഇതിന്റെ ഈ കമ്പിലാ, അതേണ്ട ഇത് കണ്ടോ? കഴിഞ്ഞ ദിവസം അടിച്ച് പിന്നെ ഉറുമ്പ് കയറിയിട്ടില്ല, പക്ഷെ മുഞ്ഞി അങ്ങോട്ട് പോയിട്ടില്ല. കട്ടിക്കാ നിൽക്കുന്നത്. പ്ലാവയിലൊക്കെ ആദ്യം ഇട്ട മുഞ്ഞ കയറുന്ന കാണുന്നത്. മഹാറാണി വരുന്നുണ്ട്, മഹാറാണി. പെണ്ണേ അങ്ങോട്ട് മരിക്ക അച്ഛേ. ബ്രേക്ക് കുറവായിന്. കമ്പൗണ്ട് കളയടാ. പച്ചക്കറി നിൽക്കുന്നതിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇത് നേരത്തെ എല്ലാവർക്കൊക്കെ അറിയുന്ന ആഫ്രിക്കൻ മല്ലിയില എന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരു കാന്താരി, കാന്താരി പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളരിയാണ് ഈ പോയേക്കുന്നത്. പിന്നെ തക്കാളി ഇവിടെ ഉണ്ട്, ഒരു തക്കാളിയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. പിന്നെ ചീരയൊക്കെ ഇവിടെ ചീര. പിന്നെ ഇതാണ് പെരുംജീരകത്തിൻ്റെ തൈ, 2 തൈ. പിന്നെ ഇവിടെ എല്ലാം കാബേജ്. പച്ചമുളകൊക്കെ തീരാറായി. കഴിഞ്ഞ ദിവസം നല്ല രീതിക്ക് വന്നായിരുന്നേ, അതിൻ്റെ കമ്പ് മുടിഞ്ഞു പോയി, വാടി നിൽക്കും ഇപ്പോൾ അത്.
പിന്നെ ഇവിടെ എല്ലാം പച്ചമുളകൊക്കെ ഇതൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ കാബേജിൻ്റെയാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത് കേട്ടോ. കാബേജിൻ്റെയൊക്കെ ഒത്തിരി തൈ കിട്ടിയ താഴെ നട്ട് മൊത്തം പോയി. ഇത് പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ തൈയാണ്. ആ ഉരുളൻകിഴങ്ങിൻ്റെ 2 തൈ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഇവിടെ അങ്ങാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടായിരുന്നു. ഇതൊരെണ്ണം, ഇത് ഉരുളൻകിഴങ്ങിൻ്റെ ആയിരുന്നോ? അയ്യോ, അത് പോയി കേട്ടോ. ഉരുളൻകിഴങ്ങിൻ്റെ ആയിരുന്നു. അല്ല, തക്കാളിയുടെ തൈയാണല്ലോ അത്. ഇതെല്ലാം അടുത്തടുത്തായിരുന്നു കേട്ടോ. 2 ഉരുളൻകിഴങ്ങിൻ്റെ തൈ ആയിരുന്നു ഉണ്ടായിരുന്നു. ഒരെണ്ണം പോയെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിൽക്കുന്ന ഇതെല്ലാം ചീരയാണ്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഇവിടെ പറഞ്ഞ് എനിക്കൊന്ന് വളവിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ അതിൻ്റെ ചോട്ടിലെങ്ങാനും വീണ് കാണും, അതായിരിക്കും. ഇവിടെ എല്ലാം ചീരയാണ്. ഇനി പച്ചച്ചീര തന്നെ കിളുത്ത് വന്നോട്ടെ, നട്ടമൊന്നുമല്ല, തന്നെ കിളുത്ത് വന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ കുക്കുംബറിൻ്റെ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കായ ഉണ്ടായതായിരുന്നു. അതങ്ങ് മഞ്ഞ കളറായിപ്പോയി. ഒരുമാതിരി വിളറിയാണ് നിൽക്കുന്നത്. ഇത് എന്നാന്ന് എനിക്കറിയത്തില്ല. വളമൊക്കെ ഇട്ടതാ, എന്നിട്ട് ഒരുമാതിരി വിളറി നിൽക്കുന്നു. ശരിയാവുമായിരിക്കും. പിന്നെ ഇവിടെ ചീരയൊക്കെ ഉള്ളൂ, പയറ്, പിന്നെ കോവലിൻ്റെ തൈയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇവിടുത്തെ ഇത്രയുമാണ് കാണിച്ചത്. കോവലൊക്കെ കയറി കയറി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമുക്കുള്ള കോവയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ചുന്തിരിമണികളെ കാണാം, ചുന്തിരിമണികളെ. ചീരയാണ്. കഴിഞ്ഞ ദിവസം ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഇവിടെ ഒരു പാവൽ, അതായത് ഒരു പാവയ്ക്ക വരുന്നുണ്ട്. പേപ്പർ കുത്തിയിട്ട് കൊടുക്കണം, അല്ലേ അത് ഈച്ച കുത്തിപ്പോൾ ആദ്യമായിട്ടുണ്ടായത് അതിൽ. ഇവിടെയും പച്ചച്ചീര തന്നെ കിളുത്ത് വന്നതാണ്. അത് പിന്നെ 2 നിണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട്. പക്ഷേ ഈ പച്ചച്ചീര പെട്ടെന്ന് പൂക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് പൂത്ത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മുളകിൻ്റെ തൈയൊക്കെ കിളുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പറിച്ചിനി നടണം. ഇവിടെ ഞാൻ ഈ തക്കാളിയുടെ അരി ഇട്ടതാണേ, പഴുത്ത തക്കാളിക്കയുടെ അരി ഇട്ട്. അത് ഒരു തൈ കിളുത്ത് വരുന്നുണ്ട്. അതൊക്കെ ഇനി മാറ്റി നടണം. പിന്നെ ഇത് 2-3 പച്ചമുളക്. ഇത് പിന്നെ നമ്മുടെ ഉണ്ടമുളകില്ലേ, ഇത് കണ്ടേ, ഇതുപോലെ. ഇപ്പം എന്തായാലും ഉണ്ടായിച്ച കുറഞ്ഞിട്ട്. ഇപ്പോൾ ഒത്തിരി നാളായി ഇതേ കായ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി ഇച്ചിരിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ പച്ചക്കറികൾ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതായിരുന്നു. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. സന്ധ്യ മയങ്ങി തുടങ്ങി. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.